السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على التمان الأكملان على خاتم رسول الله نبينا محمد وآله وصحبه ومن والاه فبعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെട്ട് ജീവിതം പരിശുദ്ധിപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. മക്കൾ ആ കടന്നു പോകുന്നൊരു അത്യാവശ്യം ഇടപോയിട്ട് ആയിരിക്കുക, അവിടെ ബാറക്കല്ലാഹു ഫീക്കും, അവിടെ ഇരിക്കുക. അല്ലാഹു ജസാ ഖൈർ. നിങ്ങളിവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും വല്ലാഹി അല്ലാഹുവാണ് സത്യം, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ചെലവഴിക്കുന്നത് പോലെ അല്ല. ഇത് നിങ്ങൾക്ക് ഈ ദുനിയാവിലും നാളെ മരിച്ചു കഴിഞ്ഞാൽ പരലോകത്തും ഒരുപോലെ ഗുണപ്രദമാവുന്ന ഒരു ഇരുത്തമാണ്. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ അവൻ്റെ കലാമ് പറയുന്നത്, അള്ളാഹുവിൻ്റെ കിതാബ് പറയുന്നത്, തിരുസുന്നത്ത് പറയുന്നത് കേൾക്കുകയും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ടും മുഴുവനും റബ്ബിൻ്റെ മാർഗത്തിലുള്ളതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തും. അതുകൊണ്ട് ഒരു വളരെ കുറഞ്ഞ സമയം ഒന്ന് ക്ഷമിച്ചിരിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് ഈ സമയം നഷ്ടമാവില്ല. തീർച്ചയാണ് വല്ലാഹി അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്താൽ പറയുന്നു. കാരണം ഇത് ഞാൻ സത്യം ചെയ്യാൻ എനിക്കെന്തെങ്കിലും അവകാശമുണ്ടോ? എനിക്ക് അവകാശമില്ല. പക്ഷെ അവകാശമുള്ള, ഇതിന് അർഹതയുള്ള നമ്മുടെ നബി അലൈഹി അഫ്ളലുസ് സ്വലാത്തു വ അതമ്മ തസ്ലീം നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ച കാര്യമാണ്. അള്ളാഹുവിൻ്റെ കലാം അത് പഠിക്കുന്ന സദസ്സുകളിൽ, അത് പറയുന്ന സദസ്സുകളിൽ, അത് പഠിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അത് പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് നമ്മൾ കാണുന്നില്ല എന്താ, സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഊളിയിട്ട് നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങൾ വരെയും, ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ഉറുമ്പ് അത് ഇഴഞ്ഞു പോകുന്നുണ്ട് എങ്കിൽ ആ ഉറുമ്പ് വരെയും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമെന്നാണ്. അത് ഈ സദസ്സിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഉടനെ എഴുന്നേറ്റ് പോവലല്ല, ശരി ഒന്ന് ക്ഷമിക്കുക എന്ന് പറയും. 1-2 അദബുകൾ സൂചിപ്പിക്കട്ടെ. ഞാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ്. എന്താണ്? വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഈ 2 സമയത്തും നമ്മൾ വലത് കൈ കൊണ്ടായിരിക്കുക എന്നുള്ളത് അത് നിർബന്ധമാണ്. അതിൻ്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ഒരിക്കലും ഇടത് കൈ കൊണ്ട് ഭക്ഷണം കുടിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തരുന്ന ഗ്ലാസ് ചിലപ്പോൾ അത് ഡിസ്പോസിബിൾ ആയിരിക്കും, അല്ലാത്തതായിരിക്കാം. ഇതേതായാലും കഴുകിയും അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ആണെങ്കിൽ അത് വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് അതിനെന്തെങ്കിലും അഴുക്ക് പറ്റോ, പ്രശ്നമാകോ, അങ്ങനെ ഒരു ടേബിൾ, അനാവശ്യമായൊരു ടേബിൾ മാനേഴ്സ് അതിൻ്റെ ആവശ്യമില്ല. അത് ഓർമ്മപ്പെടുത്തിയാണ്, ഒന്നും കൂടി നേരത്തെ പറഞ്ഞതാണ്. രണ്ടാമത്തേത്, പള്ളിയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ പള്ളിയോടുള്ള ഒരു അദബുണ്ട്. എന്താ പള്ളിയോടുള്ള അദബ്? അതിനെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതാണ്, അഭിവാദ്യമാണ്, അല്ലേ? വിഷയയിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴുള്ള അതൊരു പ്രാർത്ഥനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചാണ്. എങ്കിൽ പള്ളിയോടുള്ള നമ്മുടെ അഭിവാദ്യം എന്താണത്? പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടല്ലാതിരിക്കാൻ പാടില്ല. ഉലമാക്കൾ പറയുന്നത് നമുക്ക് നിസ്കാരം നിഷിദ്ധമായ സമയമുണ്ട്. നമസ്കരിക്കൽ എന്താണ്? ഹറാമാണ്. അതേതൊക്കെയാണ് സമയം? ഒന്ന് സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഒന്ന് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയം, മൂന്നാമത്തേത് സൂര്യൻ ഏറ്റവും മധ്യത്തിലായി വരുന്ന ഈ 3 സമയം. ഈ 3 സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇബാദത്തുകൾ ചെയ്യുന്ന, നമസ്കരിക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരാൾ പള്ളിയിൽ പ്രവേശിക്കുകയാണ് ഈ സമയത്ത് എങ്കിൽ ആ നിസ്കാരം നിഷിദ്ധമായ സമയത്താണെങ്കിൽ പോലും നമസ്കരിക്കണമെന്നാണ് ചില ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുള്ളത്? അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും പ്രബലമായ ഒരു സംഗതിയാണ്. ആദരവായ നമ്മുടെ നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യണത്? നേരെ വന്നിട്ടിരിക്കണം അവിടെ. ഇവിടെ ജുമുഅ നമസ്കാരത്തിൻ്റെ ആ ദിവസത്തിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്.
അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ സംസാരം അവിടെ നിർത്തി. എന്നിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾ തഹിയ്യത്ത് നിസ്കരിച്ചോ, സുന്നത്ത് നിസ്കരിച്ചോ? ഇല്ല എന്ന് പറഞ്ഞു. എങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കൂ, എളുപ്പത്തിൽ 2 റക്അത്ത് നിസ്കരിക്കൂ, എന്നിട്ട് ഖുതുബ കേൾക്കാൻ ശ്രമിക്കാനിരിക്കാൻ പറഞ്ഞു. എത്ര പ്രാധാന്യമുണ്ട് നോക്കുങ്ങൾ. അതുകൊണ്ട് പള്ളിയിലേക്ക് വന്നാൽ സംസാരിച്ചിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? സമയം ചെലവഴിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ പള്ളിയിലേക്ക് കടന്നു വരുന്നു, എന്നിട്ട് ഇമാമ് വരുന്നത് വരെ കാത്തിരിക്കുകയാണ്. ഈ സമയം മുഴുവൻ അവൻ ഇബാദത്തിലാണ്, നമസ്കാരത്തിലാണ്. കേട്ടോ? അപ്പൊ നമസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല? അനാവശ്യമായി സംസാരിക്കാറില്ല. ഉണ്ടോ? ഇല്ല. ഈ ഭാഗത്ത് നിന്ന് കുറേ വർത്താനങ്ങൾ കേട്ടിരുന്നു ഞാൻ ഇവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കും. ഈ ഭാഗത്തുനിന്ന് പാടില്ല. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു 2 കൈകളുടെ വിരലുകൾ ഇങ്ങനെ കോർത്തിങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ, ഈ വിരൽ ഇങ്ങനെ കോർത്തിരിക്കണത്. അതായത് ഈ നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അത് ചെയ്യാൻ പാടില്ല എന്നാര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ ചില മര്യാദകളാണ്, അദബുകളാണ്, സുന്നത്തായ കാര്യങ്ങളാണ്. ഇതിനൊക്കെ നമുക്ക് പ്രതിഫലമുണ്ട്. ഈ ഒരു കാര്യം ആമുഖമായി ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, മക്കളെ, എൻ്റെ മക്കളുടെ പ്രായമാണ് ഇതിലിരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും. അതുകൊണ്ടാണ് എൻ്റെ മക്കളെ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു മകൻ എനിക്കുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ മക്കളോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായി ഇവിടെ കൊച്ചിയിലെത്തി പഠിക്കുന്ന, ഇവിടെ ഹോസ്റ്റലുകളും മറ്റും നിന്ന് പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളിൽ അധികവും, അല്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ നോമ്പിൻ്റെ സമയം, പ്രത്യേകിച്ച് നോമ്പ് തുറക്കുമ്പോൾ മിസ് ചെയ്യുന്ന ഒരു സംഗതി എന്താ? അത് പറഞ്ഞേ. വീടല്ലേ? വീടാണ്, അല്ലേ? വീട്ടിൽ ഉമ്മ നോമ്പ് തുറക്കാൻ വിഭവങ്ങൾ ഒരുക്കി മക്കളെ കാത്ത്, ഇനി എവിടെയെങ്കിലും നമ്മളാണെങ്കിൽ എവിടെ എത്തിയടാ മോനെ, എവിടെ എത്തി? നോമ്പ് തുറക്കാൻ നേരം നീ എത്തൂല, നീ എവിടെയാണ് പോണത്? പിന്നെ 2 വർത്താനവും 2 പിണക്കവും ഒക്കെ. ഇങ്ങനെ നമ്മൾ എത്രയധികം മിസ് ചെയ്യുന്ന വേറൊരു സംഗതി, നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾക്കുള്ളത് പോലെ വേറെ ആർക്കുണ്ടാവില്ല. ഇത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് മക്കളെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമാണത്. അതിൻ്റെ ആഴമാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാതെ പോകുന്ന സംഗതികളാണ്. ഇങ്ങനെ ചില മിസ്സിങ് നമുക്ക് ഉണ്ട് എങ്കിലും, മിസ് ചെയ്യുന്നു എന്ന് പറയുന്നെങ്കിലും, അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണം എന്താണ്, ഫോൺ ചെയ്യുമ്പോൾ എന്താ കിട്ടണതൊക്കെ ഇങ്ങനെ നോമ്പ് ഇനി ചില കുട്ടികൾ എന്ത് ഉമ്മമാർ വിഷമിക്കുമെന്ന് എഴുതിയിട്ട് എന്താ അവിടെ ഉഷാറായിരുന്നു, അങ്ങോട്ടായിരുന്നു ഇങ്ങോട്ടായിരുന്നു ഒക്കെ അതും പറയുകയും ചെയ്യും, അല്ലേ? ഇതല്ലാതെ ഇതിനപ്പുറത്തേക്ക് ആ ഉമ്മയോടും ആ വാപ്പയോടും, അല്ലെങ്കിൽ ആ വാപ്പക്കും ഉമ്മക്കും നമ്മളോടുള്ള സ്നേഹബന്ധത്തിൻ്റെ എന്തെങ്കിലും ഒന്ന് അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കണം. അത് ചിന്തിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ള ഒരു വലിയ ചാൻസ് ആണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും വിട്ടുനിന്ന് ഇതുപോലെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ അവരെ പറ്റി ഓർക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതാണ്. കാരണം ഇതുവരെ നിങ്ങളെപ്പോലെയുള്ള ഓരോ വ്യക്തികളെയും, ഇനി മുതിർന്ന ആളുകളുണ്ട്, താടി നരച്ച തല നരച്ച ആളുകളുണ്ട്, എന്നെ പോലെ മുന്നിലിരിക്കുന്ന സലീം കായെ പോലെയുള്ള ആളുകളുണ്ട്, അതിൻ്റെ പിന്നിലുമുണ്ട്. ഇല്ലല്ലോ, അതിൽ നിന്ന് ഒഴിവല്ലല്ലോ, ഞങ്ങളൊന്നും അതിൽ നിന്ന് ഒഴിവല്ലല്ലോ. എന്താണ്? ഒരു അധ്വാനമുണ്ട് നമ്മുടെ ഉമ്മയുടെയും ബാപ്പയുടെയും. അവരെ പറ്റി ഓർക്കാനും അവരെടുക്കുന്ന എഫേർട്ടിനെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കാനും മക്കളെ, സഹോദരങ്ങളെ, നമ്മൾ തയ്യാറാവണം. എത്ര എഫേർട്ടാണ് ഇതിൻ്റെ പിന്നിലുള്ളത്, എത്ര പണച്ചെലവാണ്. ഇനി പണം കുറഞ്ഞ ചെലവാണ് എങ്കിലും അതിൻ്റെ എത്രത്തോളം ചെലവുണ്ട് അതത്രയും. അതുപോലെ തന്നെ ഈ സമയം വരെ എത്തിക്കാൻ ഒരു പിതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്, ഒരു ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത് എൻ്റെ കണ്ണിലിരിക്കൻ എന്താണെന്നറിയോ? 20 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ്. നിങ്ങളുടെയൊക്കെ പ്രായം, അല്ലെങ്കിൽ കുറച്ചുകൂടി കുറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ ഒരു PG സ്റ്റുഡൻ്റ് ആണെങ്കിൽ 22-23 വയസ്സ്. ഇത് 20 വയസ്സേ ഉള്ളൂ. സ്കൂട്ടർ ഓടിച്ച് വരികയാണ്. എന്ത് ചെയ്തു? ഹെൽമെറ്റ് വീഴാൻ പോയി. ആ ഹെൽമെറ്റ് ഒന്ന് പിടിച്ചതാണ്. വണ്ടി പോയി ഇടിച്ചു മതിലിൽ. തലയാണ് പോയി ഇടിച്ചത്. 10-30 ദിവസങ്ങളായി
ബെഡിൽ ICUവിൽ ഒരുപോലെ ഒരു അനക്കവുമില്ലാതെ കിടക്കുകയാണ് ഇപ്പോൾ. മക്കളെ, ഇതിൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഒരു വാപ്പയുടെ, ഉമ്മയെ കണ്ടിട്ടില്ല നമ്മൾ, ഒരു വാപ്പയുടെ അവസ്ഥ. എന്നിട്ട് ഉസ്താദെ നിങ്ങൾ എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോഴുള്ള ആ ഒരു ഗദ്ഗതം, ആ ഒരു വേദന, അത് മക്കളെ നിങ്ങൾക്ക് ഇപ്പം തിരിച്ചറിയൂല. അത് നിങ്ങളെപ്പോലെ ഒരു അവസ്ഥയുണ്ട്. ഇപ്പം ഞങ്ങളുടെ അവസ്ഥയിലൊക്കെ നിങ്ങളെത്തുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പറ്റി സംബന്ധിച്ച് നന്നായി ഓർക്കണം. അവരെടുക്കുന്ന എഫേർട്ടുകൾ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ അവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങളെപ്പറ്റി ഓർക്കാൻ ആരെങ്കിലും ഉണ്ടാവുകയുള്ളൂ. നിങ്ങളെപ്പറ്റി ഓർക്കാൻ ആരെങ്കിലും ഉണ്ടാവുകയുള്ളൂ. നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വഹ്ദാനിയത്ത്, അവൻ്റെ ഏകത്വം പഠിപ്പിക്കാൻ, റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് 1,20,000 പരം നബിമാരെ, റസൂലുകളെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒക്കെ ഈ ഭൂലോകത്ത് നിയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കിതാബും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള റബ്ബിനെ മാത്രം ആരാധിക്കണം, അള്ളാഹിനോട് മാത്രം വിളിച്ച് സഹായം തേടണം. അവനല്ലാതെ ആരാധ്യനായി മറ്റാരും തന്നെ അർഹനായിട്ടുള്ളത് അല്ലാഹ് മാത്രമാണ്. ഇത് പഠിപ്പിക്കാനാണ് ഈ ഒരു അധ്യാപനം പഠിപ്പിക്കുന്നിടത്ത് അതിനോട് ചേർത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞത്. നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിനെ പറ്റി പറഞ്ഞത് ഇപ്പോഴാണ്. എന്തൊന്നാണ് അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള ഏറ്റവും ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ്. അത് പറയുന്നതിൻ്റെ കൂടെ ചേർത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം പറഞ്ഞത് എന്നുള്ളത് എത്രത്തോളം അതിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വലിച്ചു നീട്ടി പറയല്ല, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയും. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആ വിഷയത്തിൽ നമുക്കൊരു വീഴ്ച സംഭവിച്ചാൽ മാതാപിതാക്കൾക്ക് നമ്മളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളിൽ അതൊരു വാക്കുകൊണ്ട് പോലും നമ്മൾ അവരെ വേദനിപ്പിക്കാൻ പാടില്ല. ഒരു മുഖഭാവം കൊണ്ട് പോലും വേദനിപ്പിക്കാൻ പാടില്ല. ഒരു മോശമായി ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് എന്ന് ഒരു ഉമ്മയോടും വാപ്പയോടും അവർ കേൾക്കുന്നത് പോലെയോ കേൾക്കാത്ത സമയം പോലെയോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടുള്ളതല്ല. പണ്ഡിതന്മാർ ഉണർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് നിങ്ങൾ വലിയ ദേഷ്യത്തിലാണ്, ആ സമയത്ത് നിങ്ങൾ ഉമ്മയും വാപ്പയും നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ആ കണ്ണുണ്ടല്ലേ, ശക്തമായ കോപമുണ്ടാക്കുന്ന നിങ്ങളുടെ കണ്ണ്, അതിൽ നിന്നും പുറത്തു വരുന്ന അതിൻ്റെ റേസ്, അതിൻ്റെ രശ്മികൾ, ആ രൂപത്തിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കരുത്, നിങ്ങൾ തല താഴ്ത്തണം. സുബ്ഹാനല്ലാഹ്. ദേഷ്യപ്പെട്ട ഉമ്മയോട് വാപ്പയോടല്ല, വേറെ ആരോടുള്ള പ്രശ്നമാണ്. അവൻ്റെ കോപം ആ സമയത്ത് ഇങ്ങനെ ഇറച്ചു കയറി നിൽക്കാൻ, ആ സമയത്താണ് ഉമ്മയും വാപ്പയും മുന്നിലേക്ക് വരുന്നത് എങ്കിൽ ആ കണ്ണോടുകൂടി, ആ മുഖത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്തേക്ക് നോക്കരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. ഇന്ന് ആ ഉമ്മയുടെയും വാപ്പയുടെയും ജീവൻ എടുക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലാതായിരിക്കുന്നു. എന്തൊക്കെ വർത്തമാനങ്ങളാണ് നമ്മൾ അവരോട് പറയുന്നത്, എത്ര വേദനിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എത്ര പ്രയാസപ്പെടുത്തുന്ന നമ്മുടെ വിഷയത്തിൽ എത്രമാത്രം. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊന്നും ഇതൊന്നും ബാധകമല്ലാന്നുണ്ടോ? നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇത് എന്നുണ്ടോ? ഇല്ല, ഇതൊക്കെ നിങ്ങളെ ബാധിക്കണത് തന്നെയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എന്നൊരു വാക്ക് നിങ്ങൾ ഉമ്മയോടും വാപ്പയും പറഞ്ഞിട്ടില്ലേ? നിങ്ങളെ കൊണ്ട് അവർ വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഉണ്ട് എങ്കിൽ തീർച്ചയായും മക്കളെ അതിലൊരു റിഗ്രറ്റ് അത് നിങ്ങൾക്കുണ്ടായേ പറ്റൂ. അത് നിങ്ങൾ ആ വാപ്പയോടും ഉമ്മയോടും പൊരുത്തപ്പെടണം എന്ന് നിങ്ങൾ പറയണം. എന്നിട്ട് ഏറ്റവും ഉയർന്ന രൂപത്തിൽ അവരെ എത്രത്തോളം നമ്മൾ പ്രയാസപ്പെടുത്തും അതിനേക്കാൾ ഏറെ അവരെ സന്തോഷിപ്പിക്കുന്ന, അവർക്ക് സമാധാനമുണ്ടാവുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുത്തേ മതിയാകൂ. ഇല്ലെങ്കിൽ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്ന ഭൗതികമായ ഉന്നതമായ വിദ്യാഭ്യാസങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഗുണപ്പെടണമെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മുഖാന്തരം അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അവരുടെ കണ്ണുനീർ ഒപ്പിയേ പറ്റൂ, അവരുടെ ഹൃദയത്തിന് സമാധാനമായേ പറ്റൂ. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 2 കാര്യങ്ങളാണ് ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും പെട്ടെന്ന് ശിക്ഷ കിട്ടുന്ന 2 കാര്യങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ബാബാനി യുഅജ്ജിലാനി ഫി ദുനിയ, ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും പെട്ടെന്ന് ശിക്ഷ കിട്ടുന്ന 2 കാര്യങ്ങൾ. ഒന്നെന്താ? ഒന്ന് അൽ ബഗി, അക്രമം പ്രവർത്തിക്കാൻ പാടില്ല, ആരോടും അനീതി കാണിക്കാൻ പാടില്ല, മോശമായി മറ്റുള്ളവരോട് പെരുമാറാൻ പാടില്ല. രണ്ടാമത്തേത് കുടുംബബന്ധം വിച്ഛേദിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തലാണത്.
ഉണ്ടോ? ഈ ദുനിയാവിൽ വെച്ച് പെട്ടെന്ന് ശിക്ഷ കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തലാണ്, അവരുടെ ഹക്ക് അവർക്ക് കൊടുക്കാത്തതാണ്, അവരെ അനുസരിക്കാത്തതാണ്, അവരെ കണ്ണീര് കുടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. ഞാനൊരു ചരിത്രത്തിൽ നിന്നൊരു ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഈ ഒരു സദസ്സ് അവസാനിപ്പിക്കാം. ഒരു ബാപ്പയും മകനും അതുപോലെ തന്നെ ഉമ്മയുമുണ്ട്. അവർ യമനിൽ നിന്നും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാല ഘട്ടത്തിലാണ് അവർ കുടുംബസമേതം യമനിൽ നിന്നും യാത്ര വന്ന് മദീനയിൽ താമസിക്കുകയാണ്. ഈ സമയത്താണ് നന്നായും വാപ്പയും ഉമ്മയും സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന, എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും മാതാപിതാക്കളുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന ഒരു മകനാണ്. ഈ സമയത്താണ് അദ്ദേഹം കേൾക്കുന്നത് എന്ത്? ഇസ്ലാമിക യുദ്ധം, ജിഹാദിന് പോകാൻ വേണ്ടിയുള്ള ഒരു വിളിയാളം. അതിനെ സംബന്ധിച്ചു കേട്ടു. സ്വർഗമാണ് അതിന് പ്രതിഫലം എന്ന് അറിയപ്പെട്ടു. പക്ഷേ ഇദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ചോദിച്ച ചോദ്യം എന്താണ്? ഉമ്മപ്പൻ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ നീ പൊയ്ക്കോ. പക്ഷെ ഇദ്ദേഹത്തിന് ആഗ്രഹം അടക്കാൻ പറ്റില്ല. കാരണം മരിച്ചാൽ സ്വർഗമാണ്. അത്ര വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെടുക എന്നുള്ളത്. അദ്ദേഹം എന്ത് ചെയ്തു? പോയി ഒരു നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹോം നേഴ്സിന് അതുപോലെയുള്ള ഒരാളെയൊക്കെ റെഡിയാക്കി ഉമ്മയുടെ ബാപ്പയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏർപ്പാടാക്കി അദ്ദേഹം വീട്ടിൽ ചെന്നു. അങ്ങനെ ഇദ്ദേഹത്തിനെ എടുത്തു. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഈ ഉമ്മയ്ക്കും ബാപ്പയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിരുന്നു പിന്നീട് അവരുടെ ദിവസങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ. അവർ രണ്ടുപേരും കൂടി നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവിൻ്റെ കൂട്ടിൽ ഒരു പ്രാവ് തള്ളപ്രാവ് കൊണ്ടുവന്ന് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടില്ലേ നമ്മൾ കിളികൾ ഭക്ഷണം കൊടുക്കുന്നത്? ഇത് കണ്ടപ്പോൾ ഇവരുടെ ദുഃഖം കലശലായി. തൻ്റെ മകനെ മിസ് ചെയ്യാണ് അവർ. തൻ്റെ മകൻ്റെ കാര്യമോർത്ത് അവർ കരയുകയാണ്. അങ്ങനെ മകൻ അടുത്തില്ലാത്ത സങ്കടം അത് കരഞ്ഞ് 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 എത്രത്തോളം എന്നാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ഉമയ്യയുടെ കണ്ണുകൾ വെളുത്തു എന്നാണ്. ഉമയ്യയുടെ കണ്ണ് കാണാതായി എന്നാണ്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരു സംഭവം ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ആരതാണത്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെത് അല്ലേ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ യൂസുഫ് നഷ്ടപ്പെട്ട സങ്കടത്തിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണുകൾ എന്ത് ചെയ്തു? വെളുത്തു അല്ലേ? പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു വസ്ത്രം അദ്ദേഹം അവിടെ നിന്നും പിന്നീടുള്ള ചരിത്ര സംഭവങ്ങളെ കൊടുക്കുമ്പോൾ ആ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുന്ന അത്ഭുതകരമായ കാര്യം ഖുർആൻ വ്യക്തമാക്കുകയാണ്. അപ്പോൾ അതിന് സമാനമായതുപോലെ ഇദ്ദേഹത്തിന് കണ്ണു വെളുത്തു. അങ്ങനെ വാർത്ത ആരുടെ ചെവിയിലെത്തേണ്? അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലെത്തേണ്. അദ്ദേഹം ചോദിച്ചു, എന്താ സംഭവിച്ചിട്ടുള്ളത്? വേഗം വരാൻ പറയൂ. ആരോട്? മകനോട്. കിനാന എന്നാണ് അദ്ദേഹത്തിൻ്റെ കിലാബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കിലാബിനോട് തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ കിലാബ് തിരിച്ചു വന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഇത്രയും നിങ്ങൾ എന്താണ് ഇങ്ങനെ നിങ്ങളുടെ ബന്ധം ഇത്രയും രൂഢമൂലമാവാനുള്ള കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും വാപ്പയുടെ ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കിയിരുന്നത് എന്ന് പറഞ്ഞാൽ രാവിലെ പാല് കുടിക്കാൻ കൊടുക്കും വാപ്പക്ക്. അതെങ്ങനെയാ? ഒട്ടകത്തിൻ്റെ അകിട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി. ഒട്ടകത്തിൻ്റെ അകിട് കഴുകി വൃത്തിയാക്കാതെ ഒട്ടകപ്പാൽ കുടിച്ചിട്ടുള്ള ആളുകൾക്ക് പരിചയം ഉണ്ടാവും. അതിനൊരു മുഷുക്ക് മണാണ്, അത് കുടിക്കാൻ പറ്റൂല. അങ്ങനെ മുഷുക്ക് ഒരു മണാണ്, മറ്റു പാലുകൾ പോലെയല്ല. കാരണം ഒട്ടകത്തിൻ്റെ മൂത്രം എത്രത്തോളം ദുർഗന്ധമുള്ളതാണ്. അപ്പോൾ ആ ഒട്ടകത്തിൻ്റെ അകിടെന്തെയും നന്നായി കഴുകി വൃത്തിയാക്കി എന്നിട്ട് പാല് കറന്ന് എൻ്റെ വാപ്പയെന്തെയും ഞാൻ കൊണ്ടുപോയി കുടിപ്പിക്കും എല്ലാ ദിവസവും രാവിലെ. ഇങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? കാര്യങ്ങൾ വിശദീകരിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഅ്മിനീൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പോയി ഒരു പാത്രത്തിൽ പാല് കറന്നുകൊണ്ടുവരും ഒട്ടകത്തിൻ്റെ. എങ്ങനെയാണ് നിങ്ങളുടെ പിതാവിന് കൊടുക്കുന്ന ആ രൂപത്തിൽ. അങ്ങനെ അദ്ദേഹം പോയി അകിട് കഴുകി പാത്രത്തിൽ പാലുമായി തിരികെ എത്തി. ഉമർ ഇവരെ കൂട്ടി എവിടേക്ക് പോവുകയാണ്? ഉമയ്യയുടെ തൻ്റെ പിതാവ്, ആ യുവാവിൻ്റെ പിതാവായ ഉമയ്യയുടെ അടുക്കലേക്ക് ചെന്നു. ഉമയ്യയുടെ കാര്യങ്ങൾ ചോദിച്ചു. എന്താ വിശേഷം? എന്ത് വിശേഷം? എങ്ങനെ പോകുന്നു? അങ്ങനെയൊക്കെ പോകുന്നു, അൽഹംദുലില്ലാ. പക്ഷേ എൻ്റെ മകൻ ഒന്ന് വന്ന് കണ്ട് അവനെ മുത്തി മണത്ത്. അങ്ങനെയാണ് എന്താ പറഞ്ഞത്? മുത്തി മണക്ക എന്നുള്ളത്. മലപ്പുറം അതുപോലെ തന്നെ വടക്കം മലബാറിലുള്ള ആളുകൾക്ക് ഈ ഒരു പ്രയോഗം വളരെ പരിചയം ഉണ്ടാവും. മുത്തി മണക്ക എന്നുള്ളത് അല്ലേ? നമ്മൾ ചുംബനം മാതാപിതാക്കളുടെ എങ്ങനെയാ?
എങ്ങനെയാ? ചുണ്ടുകൊണ്ടാ ചുംബിക്കൽ? നിങ്ങൾ ഉമ്മയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുത്തം വെക്കേണ്ട എങ്ങനെയായിരിക്കും? ഇതിങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഇല്ലല്ലേ? മൂക്കമർത്തിയാണ് അവരെന്ത് ചെയ്യല്? ഇതാണ്, ഇത് ചെയ്ത് കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കണം എന്ന് പറയും. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഈ പാല് അദ്ദേഹം പറഞ്ഞു തൻ്റെ പിതാവിൻ്റെ കൈകളിലേക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിതാവിൻ്റെ കൈകളിലേക്ക് ഈ പാല് ഉമർ റളിയല്ലാഹു തആല അൻഹു ഉമർ കൊടുത്തു. കൊടുത്തപ്പോൾ അദ്ദേഹം ഈ പാൽപാത്രം കൊണ്ടുപോയി തൻ്റെ വായിലേക്ക്, ചുണ്ടുകളിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, വല്ലാഹി ലഅശമ്മ റായിഹത യദി വലദി കിലാബിൻ ഫീ ഹാദൽ ലബൻ. വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഇന്നി ലഅശമ്മ റായിഹ, ഞാൻ മണക്കുന്നു, ഞാൻ സുഗന്ധം അനുഭവിക്കുന്നു. ആരുടേതാണ്? യദി വലദി, എൻ്റെ മകന്റെ കൈകളുടെ സുഗന്ധം. ഈ ലബൻ, ഈ പാൽ ഞാൻ കുടിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, മക്കളെ, എന്താ നിങ്ങൾ എന്തെന്ന് മനസ്സിലാക്കണം സംഗതി? ഒരു പാത്രത്തിൽ തൻ്റെ മകന്റെ സുഗന്ധം, അതും മാസങ്ങളോളം നീണ്ടു നിന്ന് അനുഭവിക്കാത്ത ഒരു പിതാവിന് അങ്ങനെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം അത്രത്തോളമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അത് നഷ്ടപ്പെട്ടുകൂടാ സഹോദരങ്ങളെ, മക്കളെ, ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. ഉമർ കരഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ ഹൗലഹു, അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകളും കരഞ്ഞു എന്നാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ ആ ബന്ധത്തിൻ്റെ സ്നേഹവും ആഴവും പരപ്പും നന്നായി നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, സ്വർഗം എന്നുള്ളത് മാതാവിൻ്റെ കാലിൻ ചുവട്ടിലാണ് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലേ? ഒരു ഉറുദു കവി പാടിയ വാക്കുകൾ, മാ സെ ബഡ്കർ കോയി നാം ക്യാ ഹോഗാ, മാ സെ ബഡ്കർ കോയി നാം ക്യാ ഹോഗാ, उस नाम का हमसे एहतराम क्या होगा, जिसके पैरों के नीचे जन्नत है उसके सर का मकाम क्या होगा. എന്താ അതിനർത്ഥം? ഉമ്മ എന്ന വാക്ക് അതിനേക്കാൾ വലുതായിക്കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു നാമം അത് വേറെന്തുണ്ടാവാനാണ്. അതുപോലെ തന്നെ ആ നാമം അതർഹിക്കുന്ന രൂപത്തിൽ അതിനോട് ബഹുമാനം കാണിക്കാൻ അതിനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്? ആരുടെ കാലിൻ കീഴിലാണോ സ്വർഗം എന്നുള്ളത്, ആ ആളുടെ തലയുടെ കാലിൻ്റെ താഴെ സ്വർഗമാണ് എങ്കിൽ അവരുടെ തലയുടെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളത് വല്ലാത്ത വാക്കുകളാണ്. നമ്മളെ ഏറ്റവും മോശപ്പെട്ടത് കാലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെയാണ് സ്വർഗമെങ്കിൽ അതിൻ്റെ തല, അതിൻ്റെ മക്കാം, അതിൻ്റെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനുള്ള ചില വാക്കുകളാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം, ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങൾ നേടണം. എന്നിട്ട് നല്ല രൂപത്തിൽ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം അത് നമ്മൾ നന്നാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമയാകുന്ന മക്കളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും മാറ്റി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.